ഹലോ കൂട്ടുകാരെ. ഹായ്. ആഹാ, കിറ്റി ഇന്ന് സൂപ്പറാണല്ലോ. ഇതൊക്കെ എന്താണ്? ഫ്രീക്കാണ്, ഫ്രീക്ക്. ഫ്രീക്കനാണല്ലേ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഫ്രീക്കൻ കൂട്ടുകാരൻ്റെ കഥ പഠിക്കാം. എന്താണോ? നിൻ്റെ അല്ല, വേറൊരു വീട്ടിലെ ഫ്രീക്കൻ കൂട്ടുകാരൻ. നിന്നെപ്പോലെ തന്നെയാണ്. എന്നെ പോലെയാണ്. നിന്നെപ്പോലെയാണ്. അങ്കിളിനെ പോലെ. അങ്കിളിനെ പോലെ ഒരാളുണ്ട് അവിടെ. അപ്പോൾ ഒരു കഥ കേൾക്കാമോ? കൂട്ടുകാരെല്ലാം കഥ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ കിറ്റി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല അല്ലേ? അപ്പോൾ എന്തായാലും കിറ്റിയുടെ സ്റ്റൈലൊക്കെ കൊള്ളാം. അപ്പോൾ ഒരു ഫ്രീക്കൻ കൂട്ടുകാരൻ്റെ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഒരു വീട്ടിൽ ഒരു ഫ്രീക്കനായ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. വലിയ മനുഷ്യനൊന്നുമല്ല, വലിയ പയ്യനൊന്നുമല്ല, കൊച്ചു കൂട്ടുകാരനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിറ്റിയെ പോലെ ഒരു കൊച്ചു കൂട്ടുകാരൻ, നിന്നെ പോലെ ഒരു കൊച്ചു കൂട്ടുകാരനാണ് കേട്ടോ. അപ്പോൾ ആ കൂട്ടുകാരന് ഒരു പപ്പയുണ്ട്, പിന്നെ അമ്മയുണ്ട്, പിന്നെ ചേട്ടനുണ്ട്, വീട്ടിലൊരു അപ്പൂപ്പനുണ്ട്. അപ്പോൾ ആ കൂട്ടുകാരന് ഈ അപ്പൂപ്പനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൂപ്പന് ഈ കൂട്ടുകാരനോടും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം അവരുടെ വീട്ടിലൊരു നല്ല പൂന്തോട്ടമുണ്ട് കേട്ടോ. നിനക്ക് ഇഷ്ടമാണല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അവിടെ പിന്നെ ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ. ചെമ്പരത്തി പൊന്നിൻ്റെ ചെവിയിൽ വയ്ക്കാൻ. നിനക്ക് വട്ടാണ്. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്, മോശമാണ്. അപ്പോൾ ചെമ്പരത്തിപ്പൂവുണ്ട്, പിന്നെ റോസാപ്പൂവുണ്ട്. റോസാപ്പൂവുണ്ട്. അപ്പോൾ റോസാപ്പൂവുണ്ട്, ചെമ്പരത്തിപ്പൂവുണ്ട്, പിന്നെ ജമന്തിപ്പൂവുണ്ട്. ശരിയായിട്ട് പറയണം കേട്ടോ. മുല്ലപ്പൂവുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മനോഹരമായ പൂന്തോട്ടം. അപ്പോൾ ഒരു ദിവസം ഈ കൂട്ടുകാരനുണ്ടല്ലോ, കൊച്ചു കൂട്ടുകാരൻ, ഫ്രീക്കൻ കൂട്ടുകാരൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു നല്ല ഭംഗിയുള്ള റോസാപ്പൂ പറിച്ചിട്ട് അപ്പൂപ്പന് കൊണ്ട് കൊടുക്കാനായിട്ട് പോയി. ഒരുപാട് സന്തോഷം അവന്. അപ്പൂപ്പന് പൂക്കൾ കൊണ്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അവൻ മനോഹരമായ പൂ പറിച്ചിട്ട് അപ്പൂപ്പൻ്റെ അടുക്കലേക്ക് ഓടി ചെന്നപ്പോൾ അവൻ്റെ പപ്പ വന്നു. പപ്പ വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാടാ പൂ പറിച്ചത്? അത് അപ്പൂപ്പന് കൊടുക്കാനായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ പപ്പ എന്തെന്നറിയാമോ? പപ്പ ആണെങ്കിൽ അവനോട് വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞ എന്താണെന്നറിയാമോ? മനോഹരമായിട്ടിങ്ങനെ പരിപാലിക്കുന്ന പൂന്തോട്ടത്തിൽ നിന്ന് പൂ പറിച്ച് അപ്പൂപ്പന് കൊണ്ട് കൊടുത്തോണ്ടാം. അപ്പോൾ അവൻ പറഞ്ഞു, എന്നെ എന്തിനാണ് വഴക്ക് പറയുന്നത്? അപ്പോൾ അവൻ്റെ പപ്പ പറഞ്ഞു, പ്രായമായി സുഖമില്ലാതെ കിടക്കുന്ന അപ്പൂപ്പന് പൂക്കൾ കൊണ്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാനാടാ എന്ന് പറഞ്ഞ് അവന് വീണ്ടും വഴക്ക് പറഞ്ഞു. അത് അപ്പൂപ്പന് പൂക്കളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനൊരു അപ്പൂപ്പന് ഒരു പൂ സമ്മാനമായിട്ട് കൊടുക്കാനായിട്ട് പറിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോഴും എന്ത് ചെയ്യുന്നറിയാമോ? ഈ അപ്പൻ അവനെ വഴക്ക് പറഞ്ഞു. പ്രായമായവർക്കും സുഖമില്ലാതെ കിടക്കുന്നവർക്കും ഒന്നും പൂ കൊണ്ട് കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വഴക്ക് പറഞ്ഞു. അവന് സങ്കടമായി. എങ്കിലും അവൻ ആ പൂ പറിച്ച് പിന്നെ കൊണ്ടുപോയി അപ്പൂപ്പന് കൊടുത്തു. എങ്കിലും അവൻ്റെ മനസ്സിൽ വലിയ സങ്കടമായിരുന്നു. കുറേ നാൾ കഴിഞ്ഞ് അപ്പൂപ്പൻ മരണപ്പെട്ടു പോയി കേട്ടോ. പ്രായമായി രോഗാവസ്ഥയിലൊക്കെയല്ലേ. അപ്പോൾ മരണപ്പെട്ടു പോയി അപ്പൂപ്പനെ എന്ത് ചെയ്യുന്നറിയാമോ? പള്ളിയിൽ അച്ഛൻ വന്നു. അവിടെ പ്രാർത്ഥനയൊക്കെ നടത്തി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെ അടക്കം ചെയ്തു. അപ്പോൾ കല്ലറയൊക്കെ കെട്ടി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ ദിവസത്തിൽ നോക്കിയപ്പോൾ ഈ അപ്പൻ ഇങ്ങനെ പൂക്കൾ പറിക്കുന്നു ഈ പൂന്തോട്ടത്തിൽ നിന്ന്. അപ്പോൾ ഈ മോൻ ഇങ്ങനെ നോക്കി നിന്നു. ഈ ഫ്രീക്കനായ മോൻ ഇങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് അപ്പൻ ഈ പൂക്കളൊക്കെ കൊണ്ട് കണ്ണുനീരോടുകൂടെ അപ്പൻ്റെ കുഴിമാടത്തിലേക്ക്, കല്ലറയിലേക്ക് പോകുന്നു. എന്നിട്ട് പൂക്കൾ കൊണ്ടുവന്ന് അവിടെ വെച്ചു. അപ്പോൾ ഈ മോൻ ചെന്ന് ചോദിച്ചു, പിന്നെ അപ്പാ, അന്ന് ഞാൻ എൻ്റെ അപ്പൂപ്പനൊരു പൂ പറിച്ചപ്പോൾ അപ്പനെ അതിന് കൊടുക്കാൻ സമ്മതിച്ചില്ല. ഇന്ന് അപ്പൂപ്പൻ്റെ കല്ലറയിൽ അപ്പനിങ്ങനെ പൂക്കൾ പറിച്ചു കൊണ്ടുവയ്ക്കുന്നു. അപ്പം ജീവനോടിരിക്കുമ്പോൾ അപ്പൂപ്പന് പൂക്കൾ കൊടുക്കാനായിട്ട് അപ്പന് കഴിഞ്ഞില്ലെങ്കിൽ മരിച്ചതിന് ശേഷം അപ്പൂപ്പൻ്റെ കുഴിമാടത്തിൽ കൊണ്ട് പൂക്കൾ വച്ചിട്ട് എന്താണപ്പാ കാര്യം? ഈ കൊച്ചുമോൻ ഇങ്ങനെ അപ്പനോട് ചോദിച്ചു. ആ വാക്കുകൾ കേട്ടപ്പോൾ ഈ അപ്പന് വലിയ സങ്കടമായി. പ്രിയമുള്ള കൂട്ടുകാരെ, ശരിയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളോടൊപ്പം ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നല്ല സന്തോഷം കൊടുക്കാനായിട്ട് കഴിയണം, സ്നേഹം കൊടുക്കാനായിട്ട് കഴിയണം, അവരെ കരുതാനായിട്ട് കഴിയണം. അല്ലാതെ അവർ മരണപ്പെട്ടു പോയതിന് ശേഷം അവർക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില മരണ വീടുകളിൽ പിന്നെ പുതിയ സാരി, പുതിയ മുണ്ട് ഒക്കെ കൊണ്ടുവന്ന് ഓരോരുത്തർ കൊണ്ടുവന്ന് ഈ ശരീരത്തിൽ കൊണ്ടുവന്ന് ഇടും അല്ലേ? അവർ ജീവിച്ചിരുന്നപ്പോൾ കൊടുക്കാത്തത് മരിക്കുമ്പോൾ കൊടുത്തിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അവർക്കത് ഉടുത്തുകൊണ്ട് നടക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ? അപ്പോൾ ജീവനോടിരിക്കുമ്പോൾ സ്നേഹിക്കാനായിട്ട് കഴിയണം, കൊടുക്കാനായിട്ട് കഴിയണം അല്ലേ? അതാണ് ദൈവം പഠിപ്പിക്കുന്നതും അല്ലേ? യേശുപ്പച്ചൻ വചനം പഠിപ്പിക്കുന്നുണ്ട്.
പിന്നെ എന്താണ് നാലാമത്തെ കൽപ്പന നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, നിനക്ക് നന്നായിരിക്കാനും ദീർഘായുസ് ഉണ്ടാകുവാനും അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന്. മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കാൻ, അവരെ സ്നേഹിക്കാനും അവരെ കരുതാനും അവർക്ക് കൊടുക്കാൻ കഴിയുന്ന സന്തോഷമൊക്കെ കൊടുക്കാനും നമുക്ക് എന്ത് ചെയ്യണം? കഴിയണം. എപ്പോൾ? അവർ ജീവിച്ചിരിക്കുമ്പോൾ. അവർ ജീവിച്ചിരിക്കുമ്പോൾ അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ നാലാമത്തെ കൽപ്പന അതാണ് ഇന്നത്തെ ചോദ്യം. ഏത് പുസ്തകത്തിൽ എത്രാം അധ്യായത്തിൽ എത്രാമത്തെ വാക്യം എന്ന് കണ്ടുപിടിക്കുക. കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. സന്തോഷത്തോടെ സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് എപ്പോഴും നന്മ ചെയ്ത് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ടാറ്റാ.